ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ല അടിപൊളി ചിക്കൻ ലിവർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 450 ഗ്രാം ചിക്കൻ ലിവർ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം വിനീഗറും മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്നിട്ട് അത് വെള്ളം ഊറാൻ വെച്ച് അത് ഡ്രൈ ആയതിനു ശേഷം ഈ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് ഓഫ് ഫെനൽ സൈഡ്സിൻ്റെ പൗഡർ, അതായത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട്, ഉപ്പ് ആവശ്യമാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുമ്പം നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണും വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വെള്ളം ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം മിക്സായി കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുന്നവരെ ഇതങ്ങ് മാറ്റി വെച്ചാൽ മതി. കുറേ സമയമൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളിവിടെയൊക്കെ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ പാർട്സ് ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാ നമ്മളുടെ ചിക്കൻ്റെ പീസുകൾ മാത്രമേ ഉണ്ടാവും. പാർട്സൊക്കെ ഇവർ സെപ്പറേറ്റാണ് ഇവർ സെല്ല് ചെയ്യുക. അപ്പം നമുക്ക് ലിവറൊന്നും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ലിവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ബോക്സ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു 450-500 ഗ്രാംസൊക്കെ ലിവർ കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ ലിവർ വാങ്ങാറ്. അടുത്തത് ഇതിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് സൈസ് വരുന്ന ഇഞ്ചി എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 5 ഗാർലിക് എടുക്കുക. പിന്നെ 2 പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, പിന്നെ പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി കേട്ടോ. എന്നിട്ട് വലിയ ജീരകം, എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഗ്രൈൻഡ് ചെയ്ത മിക്സർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ അതിലേക്ക് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട്, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ. അപ്പം വലിയ സവാള അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 മീഡിയം സൈസുള്ള സവാള വേണമെങ്കിൽ എടുക്കാം. വലിയ ഒന്നായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ സവാളയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ്. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ലിവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ച ലിവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇട്ടപാടൊന്നും മിക്സ് ചെയ്താൻ പാടില്ല. കാരണം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിവറൊക്കെ വേഗം പൊട്ടിപ്പോവും. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് സമയം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ആ താഴത്തെ ഭാഗം കുറച്ചൊന്ന് ഹാർഡായി വരും. എന്നിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സമയം കുറച്ചൊന്ന് ഹാർഡായി വരും. അപ്പം ഇട്ടപാട് നമ്മളിങ്ങനെ സ്പൂണിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്ന സമയത്ത് ലിവറൊക്കെ വേഗം, അത്രയും സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ ലിവറൊക്കെ വേഗം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ സ്പൂണാക്കി എടുത്തിട്ട് മെല്ലെ മെല്ലെ തിരിച്ച് നോക്കിയിട്ട് തിരിച്ച് വിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒരു 15 മിനിറ്റാണ് എൻ്റെ മാക്സിമം ടൈം. തിരിച്ചും മറിച്ച് വിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം 15 to 25 മിനിറ്റ്സ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരും. അപ്പം അതിൽ തന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഹാർഡായി വന്നു കഴിഞ്ഞാൽ ആ കളറൊക്കെ ഒന്ന് മാറി നല്ല ഒരു ബ്ലാക്ക് ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നല്ലോണം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അത് ഡ്രൈ ആയി വരുമ്പം അത് തനിയെ വിട്ട് വന്നോളും പാനെന്ന്. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ കഴിയുമ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നല്ല ഡാർക്ക് വേണോ അത്രത്തോളം ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് ഹാർഡായി വന്നോളും. ഓക്കെ, അപ്പം ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആകുന്നതുകൊണ്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണോളം ആഡ് ചെയ്താൽ മതി, കുറേയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചെണ്ണ ആവശ്യമില്ലെങ്കിൽ ആദ്യം ചേർക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ കുറച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ട് പിന്നെ അതിന് ബാക്കി ശേഷം 1 ടീസ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറും നല്ല ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം കുറച്ച് കൊറിയാൻഡർ ലീഫ് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പം കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ അടിപൊളി രുചിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.